ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. സാക്രൈഡ്സിൽ ഏതെല്ലാം സാക്രൈഡ്സ് ആണ്, അത് മോണോസാക്രൈഡ് ആകാം, ഡൈസാക്രൈഡ് ആകാം, ഇതിലേതൊക്കെയാണ് റെഡ്യൂസിങ് പവർ ഉള്ളത്. നമ്മളതിന് ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയാണ്. ആൽഡിഹൈഡ്സ് ഈസ് ഹാവിങ് RCHO group. This RCHO can be easily oxidized to RCOOH. Even mild oxidizing agent, പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമില്ല, വളരെ വീക്കായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിന് പോലും ആൽഡിഹൈഡ്സിനെ വേഗത്തിൽ ആസിഡാക്കി മാറ്റാൻ കഴിയും. ആൽഡിഹൈഡിന് സ്വയം ഓക്സിഡേഷൻ നടക്കുമ്പോൾ ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുന്ന സ്പീഷീസിനെ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഫെല്ലിംഗ് സൊല്യൂഷൻ ടോളറൻസ് റിയേജൻറ്റ് പോലെയുള്ള മൈൽഡായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റിന് പോലും ആൽഡിഹൈഡ്സിനെ ഓക്സിഡൈസ് ചെയ്യാം, പകരം ആൽഡിഹൈഡ് അവയെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ കീറ്റോണിൽ ഈ ഒരു റിയാക്ഷൻ ഇല്ല. കാരണം ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജൻറ്റിനും കീറ്റോണിനെ വേഗത്തിൽ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതിൻ്റെ ഓക്സിഡേഷൻ പ്രോഡക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ ആറ്റം കുറവുള്ള കാർബോക്സിലിക് ആസിഡായിട്ടാണ് മാറുന്നത്, കീറ്റോൺസ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് രണ്ട് കോമ്പൗണ്ട്സിനെ നോക്കാം. ആൽഡിഹൈഡ്സ് ഫെല്ലിംഗ് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യും, ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷനിൽ കോപ്പർ 2+ അയോണാണ് ഉള്ളത്. ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എ മിക്സ്ചർ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ഈ രണ്ട് സൊല്യൂഷൻ, ഫെല്ലിംഗ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ഫെല്ലിംഗ് ബി സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റിൻ്റെ ആൽക്കലൈൻ സൊല്യൂഷനുമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫെല്ലിംഗ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള റിയാക്റ്റിംഗ് സ്പീഷീസ് കോപ്പർ ടാർട്രേറ്റ് ആയിരിക്കും, അതിൽ തന്നെ Cu2+ അയോൺ ആയിരിക്കും. അപ്പോൾ Cu2+നെ റെഡ്യൂസ് ചെയ്യുവാണ് നമ്മുടെ ആൽഡിഹൈഡ്. Cu2+നെ റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് Cu+ ആയിട്ട് മാറണം. അപ്പോൾ Cu+ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് Cu2O കുപ്രസ് ഓക്സൈഡായിട്ടാണ്. അത് നമുക്കൊരു റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതേസമയം ടോളറൻസ് റിയേജൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ Ag സിൽവർ അയോൺ Ag+ സ്റ്റേറ്റിൽ സിൽവർ ഓക്സൈഡായിട്ടാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, Ag2O. ഈ Ag2O ആണ് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഈ Ag2Oയ്ക്ക് ആൽഡിഹൈഡിനെ ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യാനും സ്വയം അത് റെഡ്യൂസ് ചെയ്യപ്പെട്ട് Ag+ സ്റ്റേറ്റിൽ നിന്ന് Ag0 സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് മെറ്റാലിക് സിൽവറാണ് കിട്ടുന്നത്. സൊല്യൂഷൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സിൽവർ മിറർ കിട്ടും, ബ്രൈറ്റ് സിൽവർ മിറർ കിട്ടും. അതല്ലെങ്കിൽ യു ഗെറ്റ് എ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഇതാണ് ആൽഡിഹൈഡ്സിൻ്റെ റിയാക്ഷൻ. ആൽഡിഹൈഡ്സിനെ വളരെ വേഗം നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് പോലും അവയായിട്ട് റിയാക്ട് ചെയ്യും, പകരം ആൽഡിഹൈഡ് ഇവയെ റെഡ്യൂസ് ചെയ്യും. എന്നാൽ കീറ്റോൺസിൻ്റെ കേസിൽ ഈ ഓക്സിഡേഷൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കീറ്റോൺസ് ടോളറൻസ് റിയേജൻറ്റിനെയും ഫെല്ലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യില്ല. ചില എക്സെപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഷുഗേഴ്സിലാണ്. ഷുഗേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ആൽഡോസ് ഷുഗറാണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്ലൂക്കോസ് ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് കോപ്പർ ഓക്സൈഡും സിൽവർ മിററുമായിട്ട് മാറ്റും. എന്നാൽ കീറ്റോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കീറ്റോസിന് അതിന് കഴിയുന്നു. കീറ്റോസും, അതായത് ഫ്രക്ടോസും ഗ്ലൂക്കോസിനെ പോലെ തന്നെ ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജൻറ്റുമായിട്ട് ഒരു റിയാക്ഷനുമില്ല. അതിൻ്റെ അർത്ഥം സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്. ഇനി നമുക്ക് ഫ്രക്ടോസ് എന്തുകൊണ്ട് റെഡ്യൂസിങ്, കീറ്റോ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് റെഡ്യൂസിങ് ഷുഗറായി
അതെന്തുകൊണ്ടാണ് ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റീജിയനെ റെഡ്യൂസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കീറ്റോ ഗ്രൂപ്പുള്ള ഫ്രക്ടോസിന് ഒരു ഐസോമറൈസേഷൻ നടക്കുന്നു. ഏതാണ്? ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജൻറ്റും അതൊരു ബേസിക് മീഡിയമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റും ആൽക്കലൈൻ കോപ്പർ സൾഫേറ്റും കൂടെ ഉള്ള ഒരു മിക്സ്ചറാണ്. ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സൊല്യൂഷനാണ്. ഇത് ആൽക്കലൈൻ മീഡിയം, ഇത് അമോണിയാക്കൽ. അപ്പോൾ ഇൻ ഇഫക്റ്റ് രണ്ടും ബേസിക് മീഡിയമാണ്. അപ്പോൾ ബേസിക് മീഡിയത്തിൽ OH- പ്രസൻസിൽ ഫ്രക്ടോസിൻ്റെ പൈറാനോസ് റിംഗ് സ്ട്രക്ചറിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് അതിനകത്ത് ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതൊരു CHO ഗ്രൂപ്പ് അതിനകത്ത് ഫോം ചെയ്ത് വരുന്നു. ആ CHOയെ COOH ആക്കാൻ ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റീജിയൻറ്റിനും സാധിക്കും. അതുകൊണ്ട് ഈ ബേസിക് മീഡിയത്തിൽ ഫ്രക്ടോസിന് ഇവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. എന്തായാലും ഗ്ലൂക്കോസും ഫ്രക്ടോസും റെഡ്യൂസിങ് ഷുഗറാണ്. അപ്പോൾ ഗ്ലൂക്കോസ് റെഡ്യൂസിങ് ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രക്ടോസിൻ്റെ റെഡ്യൂസിങ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ദ ഫോർമേഷൻ ഓഫ് എൻ ഈസിലി ഓക്സിഡൈസബിൾ CHO ഗ്രൂപ്പ് by some sort of isomerization taking place in the fructose structure in presence of a basic medium. That is provided by both Fehling solution and Tollens reagent. Thus fructose acts as a reducing sugar. എന്നാൽ സൂക്രോസിൻ്റെ കേസിൽ എന്താണ്? സൂക്രോസിൽ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല. സൂക്രോസിലെ ഈ ഗ്ലൂക്കോസിൻ്റെ അനോമറിക് കാർബണും ഫ്രക്ടോസിൻ്റെ അനോമറിക് കാർബണും തമ്മിലാണ് ഒരു ഓക്സൈഡ് ലിങ്കേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഒരു CHO ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഫ്രീ CO ഗ്രൂപ്പ് തന്നെ അവിടെ ഇല്ല. ഇക്കാരണങ്ങളാൽ സൂക്രോസ് ഒരു കാരണവശാലും ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ പോലും ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റീജിയനെയും റെഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് പറയാനുള്ളത്, ഈ ഫ്രക്ടോസിൻ്റെ നോർമൽ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ പോലെ പൈറനോസ് റിംഗ് സ്ട്രക്ചറാണ്. ഈ സൂക്രോസ് ഫോം ചെയ്യുമ്പോഴാണ് രണ്ടും ഒരേപോലെ റിങ് ഫോം ചെയ്യുന്നില്ല. ഗ്ലൂക്കോസ് 6 മെമ്പേർഡ് റിങ്ങും ഫ്രക്ടോസ് 5 മെമ്പേർഡ് റിങ്ങും തരുന്നത്. അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗ്ലൂക്കോസിനും പൈറനോസ് റിംഗ് സ്ട്രക്ചറാണ് മോർ സ്റ്റേബിൾ 6 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഫ്രക്ടോസിനും പൈറനോസ് റിംഗ് സ്ട്രക്ചറാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിൻറ്റും കൂടെ ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റെഡ്യൂസിങ് ഷുഗർ എന്നുള്ള ഹെഡിങ്ങിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, റിബോസ്, സൈലോസ് ഇതെല്ലാം റെഡ്യൂസിങ് ഷുഗറാണ്. എന്നാൽ സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. അപ്പം ആൽഡോസ് ഷുഗർ ആണെങ്കിൽ ആസ് സച്ച് റെഡ്യൂസിങ് ആയിരിക്കും. കീറ്റോസ് ഷുഗർ ആണെങ്കിൽ അതിന് ഐസോമറൈസേഷൻ വഴി ഒരു CHO ഗ്രൂപ്പ് ഉണ്ടാവുകയും അങ്ങനെ റെഡ്യൂസിങ് ആകുകയും ചെയ്യും. Whereas sucrose, because of the association of two monomeric unit, there is no formation of oxidizable group in the sucrose structure or disaccharide structure. Therefore, disaccharide is a non-reducing sugar. Okay.